ആരാ നട്ടുച്ചയ്ക്ക് വീട്ടിൽ കയറി സാറ്റ് കളിക്കുന്നത്? അളിയാ നന്ദു, ഫ്ലാറ്റ് അല്ലേ, ഫ്ലാറ്റ് ആവും. നീ ഇങ്ങോട്ട് വന്നാണ്. അവൻ പോയി. എന്തു ചെയ്താ? ആരാ? ഒരു 2K കൊണ്ട് അവനെ കാരണം വീട്ടിൽ കയറാൻ പറ്റുന്ന അവസ്ഥയാണ്. അതെന്ത് പറ്റി? ഒരു ദിവസം ഞാൻ അപ്പുറത്ത് ഇവിടെ ചെറുക്കനെന്ന് കളിയാക്കി, നീ അങ്ങ് എല്ലും തോലും ആയി പോയല്ലാടാന്ന്. അവന്റെ കൂട്ടുകാരന്മാരെല്ലാം ഇത് കേട്ട് ചിരിച്ച്. ഇത് പോരേ പ്രതികാരത്തിന് അവ ഇപ്പൊ എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്റെ തോലൊരു നെല്ലെടുക്കുമെന്നാണ് പറയണത്. ഓ, അപ്പൊ ഈ പയ്യനായിട്ടാണ് നീ ഇപ്പൊ സാറ്റ് കളിക്കുന്നില്ലേ? എന്റെ ലൈഫ് ഫ്ലാറ്റായി പറ്റിരിക്കാൻ ഇങ്ങനെ സാറ്റ് കളിച്ചല്ലേ പറ്റൂ. പറഞ്ഞു തൊണ്ട പറ്റി. നമുക്ക് ഒരേ ചായ കുടിച്ചാല? ഏയ്, ഞാൻ വരല്ല, ഞാൻ ചായയോട് നിർത്തി. മാന്തി. മന്തി കഴിച്ച് ഇപ്പൊ എല്ലാവർക്കും മാന്തിയുണ്ട്. ഞാൻ സാമ്പത്തിക മാന്തിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചേ അത് പുതിയ അസുഖമായിരിക്കും. ഈ അസുഖം മാറണമെങ്കിൽ പണിക്ക് വേണം. വേണ്ട, പണിക്ക് വേണ്ട. ഞാൻ ആലോചിച്ചപ്പോ ഇതിന് വേറൊരു പരിഹാരമുണ്ട്. പശുവിന്റെ കടിയും മാറും, കാക്കര വിശപ്പും മാറും. ഓ, നീ അത് എനിക്കൊരു ചായ മേടിച്ച എന്നിട്ട് അത് കാക്കര വിശപ്പ് തീർക്കണത്. എടാ, നിന്റെ വിശപ്പ് മാറ്റാനുള്ള ഐഡിയ അല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് എന്തായാലും ഇപ്പൊ വീട്ടിൽ കയറാൻ പറ്റില്ല. മേളത്തെ നല്ല ഒഴിഞ്ഞും കിടക്കുകയുള്ളൂ. മാനം വിട്ട് ചായ കുടിക്കാൻ എന്നെ കിട്ടൂല. എടാ ക്നാപ്പ, ഞാൻ പറഞ്ഞത് മേളത്തെ നല്ല നിനക്ക് വാടക തരുന്ന കാര്യം. അയ്യോ, എന്റെ വായടയ്ക്ക് ഒരു മുറിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു പരിപ്പോടെ അടിച്ചു തന്നാ മതി. എടാ, നിന്റെ വാഴ അടയ്ക്കാനല്ല, നിനക്ക് താമസിക്കാൻ വാടകയ്ക്ക് തരാം. വാടകയ്ക്ക് ഞാൻ ഇവിടുന്ന് പൈസ തരും. എടാ, പൈസക്ക് ബിസിനസ് ചെയ്താത്തൂലേ? ബിസിനസ് ഒന്നും പച്ചടിക്കൊന്നുമില്ല. പിന്നെ എന്ത് പച്ച പിടിക്കും? ട്രേഡിങ്. ട്രേഡിങ്ങിന്റെ സ്പെല്ലിംഗ് എങ്ങനെ നിനക്ക് അറിയാമോടാ? അതൊക്കെ എനിക്കറിയാം. TRNDING. എൻഡി അല്ല, ഞാൻ പറഞ്ഞാൽ കൂടി പോകും. പ്രൊഫഷണൽ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമാവും. ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കാനല്ലേ ഒരു ആപ്പ് ഉള്ളത്. അതേതാ ആപ്പ്? ആ ആപ്പ് പേര് നമുക്ക് ആദ്യം ഒരു പരസ്യത്തിൽ നോക്കട്ടെ, എന്നിട്ട് ഒരു പേര് പറയാം.